കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ ജനസാഗരം തീർത്തുകൊണ്ടിരിക്കുന്ന ഫാമിലി കോൺഫറൻസ് ഗൾഫ് നാടുകളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ജാതിമത ഭേദമന്യേ ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ ഫാമിലി കോൺഫറൻസുകളിലേക്കും ഇരച്ചു കയറിക്കൊണ്ടിരിക്കുന്നത്. ഇത്രമേൽ ജനസ്വീകാര്യത ഫാമിലി കോൺഫറൻസിന് ലഭിക്കാൻ ചില കാരണങ്ങളുണ്ട്. കുടുംബം മോശപ്പെട്ട ഇടമാണെന്നും വിവാഹം ദുഷിച്ച സംസ്കാരമാണെന്നും പ്രചരിപ്പിക്കുക വഴി നാസ്തികർ ലക്ഷ്യം വെച്ചത് സാമൂഹിക പൊതുബോധ മണ്ഡലത്തെയാണ്. ആ പ്രചാരണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും താരമൂല്യമുള്ള നടന്മാരെ ഉപയോഗിച്ച് സിനിമകളിലും വെബ് സീരീസുകളിലും മറ്റു ഇതര മാധ്യമങ്ങൾ വഴിയും അതിവേഗത്തിലാണ് ഈ ദുഷിച്ച ചിന്താഗതികൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ജെൻഡർ പൊളിറ്റിക്സിന്റെ ഭാഗമായി കുടുംബമെന്ന ഏറ്റവും മഹനീയമായ വ്യവസ്ഥിതിയെ തകർത്തുകളയാനുള്ള ഗൂഢാലോചനകൾ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം ആശയങ്ങൾ വിതറുന്നവർക്ക് ഭരണകൂട പിന്തുണ കൂടി ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. യോലോ ക്യാമ്പയിനുകൾ മുച്ചൂടും കുടുംബ വ്യവസ്ഥിതിയെ അട്ടിമറിക്കുന്നതാണ്. കുടുംബം ശിഥിലമാകുമ്പോൾ സമൂഹം അധാർമികതയുടെ കയത്തിലേക്ക് ആഴ്ന്നിറങ്ങും. നിയമങ്ങളും പരികളും പരിധികളും ഞങ്ങൾക്കില്ല എന്നാവർത്തിച്ചു പ്രഖ്യാപിക്കുന്നവർക്കിടയിൽ തന്നെയാണ് നമ്മുടെ മക്കൾ വളർന്നുവരുന്നത്. ലൈംഗിക അരാജകത്വത്തിലേക്കാണ് ക്ഷണം. ശവരതിയും മൃഗരതിയും വരെ. പെറ്റമ്മയും സഹോദരിമാർ പോലും സുരക്ഷിതമല്ല ഇവരുടെ കൈകളിൽ. ലഹരി തീർത്ത ദുരന്തങ്ങൾ അനവധിയാണ്. ഗാർഹിക പീഡന കേസുകൾക്ക് ഒട്ടും കുറവില്ല. പിതാവിന്റെ കൈകളിൽ മക്കൾ സുരക്ഷിതരാണെങ്കിൽ ലഹരിക്കടിമപ്പെട്ട അച്ഛൻ സ്വന്തം മകളുടെ കഴുത്തറുത്തു കൊന്നത് കേരളത്തിലാണ്. 5 വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊന്ന കാബാലികനും ലഹരിക്കടിമ തന്നെ. പേടിപ്പെടുത്തുന്ന വാർത്തകൾ ദിനംപ്രതി കേൾക്കുന്നത് ദൂരദിക്കുകളിൽ നിന്നല്ല. ലക്ഷോപലക്ഷം ജനങ്ങൾ ആഗ്രഹിക്കുന്നു സമാധാനം. നിസ്സാര കാരണങ്ങളിലാണ് വിവാഹമോചനങ്ങൾ സർവ്വസാധാരണമായിക്കൊണ്ടിരിക്കുന്നത്. മാതാപിതാക്കന്മാരുടെ മനസ്സിന്റെ നോവുകൾ അറിയാതെ പോകുന്നു. മക്കളാൽ അഭിമാനിച്ചിരുന്നവർ തലതാഴ്ത്തി നടക്കേണ്ട അവസ്ഥ സംജാതമാകുന്നു. കുടുംബകങ്ങളിൽ അധാർമികതയുടെ സർവ്വസീമകളും ലംഘിക്കപ്പെടുമ്പോൾ ശബ്ദമുയർത്തേണ്ടവർ മൗനികളാകേണ്ടി വരുന്നു. ഭൗതികതയുടെ പ്രബുദ്ധതയിൽ നാൾക്കുനാൾ വളരുമ്പോഴും സമാധാന ജീവിതം ലഭിക്കാൻ മനുഷ്യൻ ആൾദൈവങ്ങളിലേക്കും സിദ്ധന്മാരിലേക്കും തങ്ങളുടെ ബുദ്ധി സമർപ്പിക്കുന്നതിലൂടെ എന്ത് വൃത്തികേടുകളും ചെയ്യാൻ മടിയില്ലാതെയാകുന്നു. കോളേജ് ലെക്ചർമാരായ ദമ്പതികൾ തങ്ങളുടെ മക്കളെ നരബലി നടത്തിയത് എന്തിനായിരുന്നു? തന്റെ ഭർത്താവ് മരിച്ചിട്ടും സിദ്ധൻ പറഞ്ഞതടിസ്ഥാനത്തിൽ ഭർത്താവിന്റെ ഉയിർത്തെഴുന്നേൽപ്പിനായി ദിവസങ്ങളോളം മയ്യത്ത് കബറടക്കാതെ കാത്തുനിന്നത് കൊച്ചുകേരളത്തിൽ തന്നെയാണെന്നത് ചിന്തിക്കണം. മടവൂരിൽ ജീവിച്ച് മരണപ്പെട്ടുപോയ CM മടവൂരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന വിശ്വാസം കൊണ്ടെത്തിക്കുന്നത് എവിടേക്കാണ്? പ്രശ്നങ്ങൾ അനവധിയാണ്. എനിക്കെന്റെ വ്യക്തിത്വത്തെ നഷ്ടപ്പെടുന്നു. എന്റെ കുടുംബം എന്നിൽ നിന്നും അകന്നു പോവുകയാണ്. ഓരോ വീട്ടിലും വ്യത്യസ്ത പ്രശ്നങ്ങൾ. ഈ സാമൂഹികാവസ്ഥയിൽ എങ്ങനെ ജീവിക്കണമെന്നറിയില്ല. പരിഹാരം കണ്ടേ പറ്റൂ. ജീവിത പ്രാരാബ്ദങ്ങളിൽ കുടുംബത്തിനു വേണ്ടി തന്റെ ആയുഷ്കാലം സുഖസൗകര്യങ്ങളും സന്തോഷങ്ങളും വെടിഞ്ഞ് രണ്ടറ്റം മുട്ടിക്കാനുള്ള ഓട്ടത്തിലാണ് പ്രവാസികൾ. കുടുംബം എന്ന ഒറ്റ വികാരത്തിൽ കഴിയുമ്പോഴും പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയാതെ വിഷമിക്കുന്നവർക്ക് ഒരു പരിഹാരം തന്നെയാണ് ഫാമിലി കോൺഫറൻസ്. ജിദ്ദയിലെ മുഴുവൻ മലയാളികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് JDCC ഐതിഹാസികമായൊരു ഫാമിലി കോൺഫറൻസ് സെപ്റ്റംബർ 27 വെള്ളിയാഴ്ച ജിദ്ദയിൽ സംഘടിപ്പിക്കുകയാണ്. വിശ്വാസവിശുദ്ധി സംതൃപ്ത കുടുംബം. JDCC ഫാമിലി കോൺഫറൻസ് സെപ്റ്റംബർ 27 വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക്. ഹുസൈൻ സലഫി ഷാർജ, പ്രൊഫസർ ഹാരിസ് ഇബ്നു സലീം തുടങ്ങി പണ്ഡിതന്മാരും സാമൂഹിക രാഷ്ട്രീയ മണ്ഡലത്തിലെ പ്രമുഖ വ്യക്തിത്വങ്ങളും JDCC ഫാമിലി കോൺഫറൻസിൽ പങ്കെടുക്കുന്നുണ്ട്. ജിദ്ദയിലെ മുഴുവൻ മലയാളികളെയും JDCC ഫാമിലി കോൺഫറൻസിലേക്ക് വിനയത്തിന്റെയും സ്നേഹത്തിന്റെയും ഭാഷയിൽ ക്ഷണിച്ചുകൊള്ളട്ടെ.